ഇപ്പോൾ ഈ കോൺഗ്രസ് ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒടുവിൽ നാണംകെട്ട ഒരു നടപടി എന്ന് വേണം ഇതിനെ പറയാൻ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ നടപടിയെടുക്കാതെ KPCC നേതൃത്വം ഉരുണ്ട് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഷ കടമെടുത്താൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്ന സമയം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പല ഘട്ടങ്ങളിൽ ഒളിഞ്ഞും ചരിഞ്ഞുമൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും ഇന്ന് ഉച്ചയോടുകൂടി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പോലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടന്നാൽ മാത്രമേ ആ കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. അന്തിമമായി കോടതിയാണ് ഇതിൽ അന്തിമമായ ഒരു തീരുമാനം സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അടൂർ പ്രകാശിന്റെയും പ്രതികരണം പുറത്തു വരുന്നു. അടൂർ പ്രകാശിന്റെ നിലപാടും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതികൾ വരുന്ന സമയത്തൊക്കെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. കോടതി വിധി പ്രതികൂലമായിരിക്കാം. സ്വാഭാവികമായും വിനീഷ്, സണ്ണി ജോസഫാണ് ഏറ്റവും ഒടുവിൽ വലിയ മടി കാണിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്ന കാര്യത്തിൽ. ഹൈക്കമാൻഡ് പോലും നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. KC വേണുഗോപാൽ നിർദ്ദേശം നൽകി, ഇനി രാഹുലിനെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതില്ല, ചുമക്കേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് പോലും ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്പമെങ്കിലും നിലകൊള്ളുന്ന ഒരു കാഴ്ച കണ്ടത്. ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് പൂർണ്ണമായ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതല്ലാതെ മറ്റു വഴികൾ കോൺഗ്രസിന്റെ മുന്നിൽ ഇല്ല എന്നതല്ലേ ഇപ്പോഴത്തെ സ്ഥിതി? തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞേ മതിയാകൂ കോൺഗ്രസ് നേതൃത്വത്തിന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് നമുക്ക് നേരത്തെയും കാണാൻ സാധിച്ചിരുന്നു. ആദ്യഘട്ടം മുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമ പരാതികളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പുറത്തു വരുമ്പോഴും സണ്ണി ജോസഫ് നിലപാടുകൾ മയപ്പെടുത്തി രാഹുലിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞേ മതിയാകൂ എന്ന സാഹചര്യം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള KPCC അധ്യക്ഷന്റെ ഒരു നിലപാട് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആദ്യഘട്ടം മുതൽ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. തനിക്ക് ഏറ്റവും പുതുതായി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി യുവതി തനിക്ക് മെയിലായി നൽകിയ ലൈംഗിക അതിക്രമ പരാതി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് മുന്നിൽ കണ്ടത് എന്നതായിരുന്നു സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്നത്. അന്ന് തന്നെ സണ്ണി ജോസഫ് DGPക്ക് ആ പരാതി കൈമാറുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ മറ്റു ചില പെൺകുട്ടികളും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സണ്ണി ജോസഫിന് പരാതി നൽകിയിരുന്നു. KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അപ്പോഴും KPCC നേതൃത്വം ഇതിനെ പൂഴ്ത്തിവച്ചിരുന്നു, പുറത്തേക്ക് വിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ വിവാദങ്ങൾ ആയതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം
ഇപ്പോൾ ഏറ്റവും അവസാനമായി സണ്ണി ജോസഫിനും KPCC നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് കേസുമായി കൈമാറുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അറസ്റ്റിലേക്ക് കടക്കാമെന്ന് കോടതി തന്നെ പോലീസിന് നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നും ശാലിനി ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഈ കേസിൽ നിന്ന് തലയൂരാൻ ദുർബലമായ ചില വാദഗതികളാണ്, ചില രേഖകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സമർപ്പിക്കാനായത് കോടതിയിൽ. ഈ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കം പ്രതിഭാഗം ഹാജരാക്കി. പക്ഷേ അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സാപ്പ് ചാറ്റുകളെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായത്. കോടതി അനുമതിയോടെ തന്നെ ഇക്കാര്യത്തിൽ കോടതിക്കും വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അതുകൊണ്ടാണ് ഇന്നലെ കോടതി കൂടുതൽ തെളിവുകൾ വേണം എന്നുള്ള ആവശ്യം കൂടി, കൂടുതൽ വിവരങ്ങൾ കൂടി, കൂടുതൽ രേഖകൾ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. അതുപ്രകാരം വളരെ കൃത്യമായ കുറെ കൂടി കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകുകയും ചെയ്തു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പൂട്ടുന്ന അവസ്ഥയിലേക്ക് സെഷൻസ് കോടതി എത്തുകയാണ്. നമുക്ക് ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാണോ? അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാമർശം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ? നിലിമ, ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള വാദങ്ങളിൽ നിന്ന് കോടതി മനസ്സിലാക്കിയെന്ന് നമുക്ക് ആ ജഡ്ജിമെന്റ് കയ്യിൽ ലഭ്യമായാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ പോലും നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട വാദങ്ങൾ, അതായത് ഇന്നലെ 1.5 മണിക്കൂർ നീണ്ട പ്രതിഭാഗത്തിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദം, പിന്നീട് വിവരങ്ങളും രേഖകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കോടതിക്ക് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നൽകിയതും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും പരിശോധിക്കുന്നു. ഇതിന് പിന്നാലെ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നു. അതായത് വിശദമായ വാദം ഇന്ന് കേൾക്കാമെന്ന് കോടതി തന്നെ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയും ചില രേഖകൾ കോടതിക്ക് മുൻപാകെ ഇരു വിഭാഗങ്ങളും എത്തിക്കുന്നു. അതും കോടതി കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഏത് രീതിയിലുള്ള ഒരു പഴുതിലൂടെ പോലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ രക്ഷപ്പെടരുത് എന്ന് കോടതിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുതന്നെയാണ് കൂടുതൽ രേഖകളും വിവരങ്ങളും തെളിവുകളും ഒക്കെ കോടതി ആരാഞ്ഞതും ആവശ്യപ്പെട്ടതും പ്രോസിക്യൂഷനോടക്കം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഇന്ന് നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില രേഖകൾ, അതായത് വീടിന് മുൻപിലെത്തി, ഫ്ളാറ്റിന് മുൻപിലെത്തി നിരന്തരം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് ഇരയാക്കുക, അല്ലെങ്കിൽ അതിനുശേഷവും ആ പെൺകുട്ടിയെ മാനസികമായി ടോർച്ചർ ചെയ്യുക എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. ആ ആരോപണം മാത്രമല്ല, തെളിവ് സഹിതമുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ജാമ്യത്തിന് തിരിച്ചടിയായത്. മറ്റൊന്ന്, രണ്ടാമതുണ്ടായിട്ടുള്ള പരാതി, അതായത് തന്നെ ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ടു, വിവാഹ വാഗ്ദാനം നൽകി ഒരു ഫ്ളാറ്റിലെത്തിച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി തന്നെ ശാരീരികമായി ഉപയോഗിച്ചു, അതിനുശേഷം വിവാഹ ബന്ധത്തിൽ നിന്നടക്കം മാറുന്നൊരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതായുള്ള പരാതി. രണ്ടാമത് 23-കാരിയായ ബംഗളൂരു സ്വദേശി നൽകിയ പരാതി. ആ പരാതിയിന്മേൽ പോലീസ് ഇട്ടിട്ടുള്ള FIR, ആ FIR ഇന്ന് പ്രോസിക്യൂഷന്റെ മുൻപാകെ എത്തുകയും പ്രോസിക്യൂഷൻ അത് കോടതിക്ക് മുൻപാകെ നൽകുകയും ചെയ്തു. ഇതും വിശദമായി തന്നെ പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീക്കിയ സംഭവം അത് തന്നെയാണ്. ഈ രണ്ടാമത്തെ കേസിന്റെ ആ അതിജീവിതം നൽകിയ പരാതി